ഹായ്, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഈ പേര് അറ്റ്ലീസ്റ്റ് അറിയായിരിക്കും. എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അതിലാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഇൻസ്റ്റാ റീൽസിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഭയങ്കര ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞ നല്ല റിവ്യൂ പറഞ്ഞൊരു ബുക്കാണ്. സോ അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ബുക്ക് എടുക്കുന്നത് തന്നെ. സോ ഇന്നലെയാണ് ഇന്ന് രാവിലെയാണ് ഞാനിത് ഫുള്ള് വായിച്ച് തീർത്തത്. സോ ഈ ബുക്കിനെ പറ്റി കുറച്ച് കാര്യം പറയാം അല്ലെങ്കിൽ റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത്. സോ ഇത് എഴുതിയേക്കുന്ന ആൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അനിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശിയാണ്. അദ്ദേഹം MTech വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ചെന്നൈയിലെ ഡിപ്ലോമ എടുക്കാൻ പോയി ഫിലിമിൽ. അത് ആ ഒരു സംഭവ വികാസം തന്നെയാണ് ഇതിലും പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻട്രോ, ഈ റാമിൻ്റെ ഇൻട്രോ എന്ന് വെച്ചാൽ അത് തന്നെയാണ്. അദ്ദേഹവും MTech കഴിഞ്ഞിട്ട് ഇത് കണക്ക് ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് നാട്ടിലെ പരിചയക്കാർ വഴി അവിടെ ഒരു റൂം അവരുടെ കൂടെ താമസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്ത് അവിടുന്ന് എന്താ പറയുക പഠനം ആരംഭിക്കുന്നു. അവിടുത്തെ റിസപ്ഷനിസ്റ്റാണ് ഈ പറയുന്ന ആനന്ദി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പരിചയപ്പെടുന്ന രേഷ്മ വെട്രി എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ. അത് കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു സർക്കിളാണ് ശരിക്കും ഈ കഥയുടെ ഒരു എന്താ പറയുക ഫുൾ എന്തിൽ നമുക്ക് ഈ കഥ എന്ന് പറയുന്ന ഈ ഒരു 4-5 പേരുടെ സർക്കിളാണ്. അതിനുശേഷം ഒരു പാർട്ടി എന്ന് പറയാറുണ്ട്. അവർ ഒരു കഥ, അവരുടെ ജീവിതം, മറ്റു കാര്യങ്ങൾ, പിന്നെ രസകരമായ കുറച്ച് സംഭവങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിലേക്ക് വരുന്ന പിന്നെ എന്ന് പറഞ്ഞാൽ റാമിൻ്റെ ലൈഫിലേക്ക് വരുന്ന അദ്ദേഹം ശരിക്കും ഈ ട്രെയിൻ വഴിയാണ് വരുന്നത്. ചെന്നൈയിലൊക്കെ പോയവർക്ക് അറിയായിരിക്കും. സോ അവിടെ വെച്ചിട്ട് അദ്ദേഹം പരിചയപ്പെടുന്ന സമൂസ വിൽക്കുന്ന ഒരു ആൻറ്റി, ഒരു അമ്മമ്മ. അത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്ത്രീയായ മല്ലി, കാളിദാസൻ എന്ന് പറയുന്ന മല്ലിക്കും ഒരുപാട് ഫ്ലാഷ് ബാക്കും ഒരുപാട് കഥയുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത് റാമിന് കൊടുത്ത ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ ആ ഒരു ത്രാസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ മല്ലിക്കും കാളിദാസനും കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് നല്ല രീതിയിൽ അത് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അപകടം സംഭവിക്കുന്നതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ചില സ്ഥലങ്ങളിൽ ഓവർ ഹൈപ്പിന് വേണ്ടി ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എനിക്ക് ഒരു ഒഴുക്കിന് വേണ്ടി, ആ ഒരു ഒഴുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കും. അത് എഴുത്തുകാരുടെ സ്വാതന്ത്ര്യമാണ്. ഇതാണ് ശരിക്കും ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ചെറിയൊരു സർക്കിള്, അവർ മുന്നോട്ട് പോകുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, രസകരമായ പല പല സംഭവങ്ങൾ. കാരണം കോളേജ് ലൈഫാണ്, പ്രത്യേകിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ അവരുടെ ഉണ്ടാകുന്ന ലൈഫ് കാര്യങ്ങൾ, കുറച്ച് ഇമോഷൻസ്, കുറച്ച് സ്റ്റഡ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വേറൊരു ബുക്ക് ഞാൻ വായിച്ചിരുന്നു. നമ്മുടെ തകഴിയുടെ 2 ഇടം കഴിയുന്നൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്. സോ ആ ബുക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിലോസഫിക്കലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വലിയ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. കാരണം വാക്കുകളിലിടയിലൂടെ സഞ്ചരിക്കുക എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ അങ്ങനെയൊക്കെ കുറേ ടേംസ് ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളായിരിക്കത്തില്ല പല വാക്കുകൾക്കും വരുന്നത്. വലിയ കാര്യങ്ങൾ ചെറിയ വാക്കിൽ പറയും. ഒരുപാട് വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ തുച്ഛമായ വാക്കുകൾ കൊണ്ട് ഒരു വലിയൊരു കാര്യത്തെ അവർ അങ്ങ് പ്രതിപാദിക്കാൻ പറ്റും. പക്ഷേ ഈ ബുക്കിൽ അങ്ങനെയല്ല. ഇതിൽ നമുക്ക് ചിന്തിക്കാനോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമ ഒരു തിയേറ്ററിൽ പോയി കാണുന്നത് പോലെ നമുക്കിത് വായിച്ച് തീർക്കാൻ കഴിയും. അവസാനം ടു ദ എൻഡ് വരെ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ഫുള്ള് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. സോ ഇതിനും മുന്നോട്ട് മീൻസ് ഇതിൻ്റെ ഒരു പഴയ കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കഥയായിട്ട് മാറും. സോ റിവ്യൂ പറയുമ്പോൾ ഇതിനെപ്പറ്റിയും ചില കഥാപാത്രത്തിൻ്റെ ചെറിയൊരു ഇൻട്രോ അത്രയും ശരിക്കും പറഞ്ഞാൽ പറയാവും. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും അതിൻ്റെ ഒരു ത്രില്ല് പോവും വായിക്കേണ്ട. സോ ഈ ബുക്ക് ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുക മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഈ ബുക്ക് വായിക്കണമെന്ന് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. കാരണം ഞാനിത് അയച്ചു തരാം. കാരണം ഒരാൾക്കെങ്കിലും ഇത് വായിക്കാൻ താല്പര്യമുണ്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഇപ്പം പൈസ ഇല്ല അല്ലെങ്കിൽ സൗകര്യം ഇല്ല എന്നുള്ള ആൾക്കാർ താഴെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഞാൻ പോസ്റ്റൽ വഴി അയച്ചു തരാം. വേറെ ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ക്യാഷ് ഒന്നും വേണ്ട. കാരണം അറിവല്ല, നിങ്ങൾ ഇത് വായിച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. ഇതിൽ എൻ്റെ പേരുണ്ട്. അത് കണക്ക് ഇപ്പം ആര് വായിക്കുന്നു അയാളുടെ പേര് എഴുതുക. അത് കഴിഞ്ഞ് അയാൾ അടുത്ത ആൾക്ക് കൊടുക്കുക. സോ ഇതൊരു ജസ്റ്റ് വായിക്കാൻ താല്പര്യമുള്ള എല്ലാവരും വായിക്കട്ടെ. ആ ഒരു രീതിയിലാണ്. ശരിക്കും നല്ലൊരു ബുക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സോഷ്യലി നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും ഈ ബുക്ക് വായിക്കുമ്പോൾ. ഉദാഹരണത്തിന്
ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ കുറച്ചാൾ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണാൻ നമുക്കൊരു പുച്ഛം മീൻസ് ഒരു ആദ്യമൊക്കെ ഭയമാണ്. കാരണം നമ്മൾ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ ഫ്രണ്ട് വന്നിട്ട് കൈയും കൊട്ടിയിട്ട് കാശ് തരാൻ പറയും. കാശ് തന്നില്ലെങ്കിൽ നല്ല രീതിയിൽ ചീത്തവിളി കേൾക്കേണ്ടി വരും. ചീത്തവിളി ചിലർ നമ്മളെ ദേഹത്ത് അനാവശ്യമായിട്ട് ടച്ച് ചെയ്യും. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടാവും. അതുമല്ല ചിലർ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും അവരങ്ങ് പോകുമെന്ന് പറയും. സോ ഒരു തവണ ഞാൻ എൻ്റെ കാശ് കൊടുത്തിട്ടുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരോടുള്ളൊരു ഒരു മതിപ്പ് ഈ ബുക്ക് വായിച്ചതിന് ശേഷം കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. കാരണം അവരെ വീട്ടുകാരെ ഇറക്കി വിടുന്നവരായിരിക്കും. സമൂഹത്തിൽ ആരും അങ്ങനെ അവരോട് ആ ഒരു രീതിയിൽ പെരുമാറത്തില്ല. മേ ബി അവർ ചെയ്യുന്ന തൊഴിൽ അങ്ങനെ ആയിരിക്കാം, അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലല്ലോ. അവരങ്ങനെ ഫോഴ്സ്ഫുള്ളി അതിലോട്ട് എത്തപ്പെടുന്ന ഒരു ടീംസായിട്ടാണ് ശരിക്കും ഇപ്പോൾ മനസ്സിലാവുന്നത്. ശരിക്കും ആ പോലീസൊക്കെ അവരുടെ മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ശരിക്കും പറയുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ താങ്ക്സ്. കാരണം ഇങ്ങനൊരു ബുക്ക് വായിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവരോട് കുറച്ചുകൂടെ ഒരു റെസ്പെക്റ്റ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു റിസർവേഷൻ, ശരിക്കും ഒരു ഐഡൻറ്റിറ്റി എന്താ പറയുക, അവർക്കായിട്ടൊരു കുറച്ചൊരു റിസർവേഷൻ കാര്യങ്ങളും പഠനത്തിനായാലും ജോലിക്കായാലും കൊടുത്തു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വരും. ഏറ്റവും നല്ല എല്ലാവരും ഒരുമിച്ച് പോകണമല്ലോ സൊസൈറ്റിയിൽ. അപ്പോൾ തന്നെ അല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ വരുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും വായിക്കുക, നല്ല ബുക്കാണ്. ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു ബുക്കാണ്. ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ഒരു ബുക്കാണ്. സോ ഇതിന് മേലെ ഞാൻ റിവ്യൂ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഥ ഫുള്ളായി പോകും. കാരണം നമുക്ക് ഒന്നും റിവീൽ ചെയ്യാൻ പറ്റത്തില്ല അതിനകത്തുനിന്ന്. എന്താ പറയുക, കുറച്ചൊന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ കുറച്ചൊന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രില്ല് പോകും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും വായിച്ചു നോക്കുക. ഓൺ ടൈം ശരിക്കും വായിക്കാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ഇപ്പം കുട്ടികൾക്കൊക്കെ വായിച്ച് കേൾപ്പിക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ പറ്റിയ നല്ലൊരു ബുക്കാണ്. സോ താങ്ക് യു സോ മച്ച്.